राहुल ने सर जो ये अमीरी गरीबी की बात की, कौन राहुल? മനസ്സിലാവുന്നില്ല? മനസ്സിലായില്ല? മനസ്സിലാക്കി തരാം. ഞാൻ നിന്റെ തന്ത, ഇവരൊക്കെ നിന്റെ മറ്റു തന്തമാർ. രാജാവായിരുന്ന നരേന്ദ്രമോദി കൂട്ടുമന്ത്രിസഭയുടെ തലവന്മായി, രാഹുൽ ഗാന്ധി പ്രതിപക്ഷ നേതാവായി മോദിയുടെ മുന്നിൽ ഞെളിഞ്ഞിരിക്കുന്നു. വേണ്ട, ആരും ഒന്നും പറയണ്ട. നിങ്ങൾ എല്ലാവരും കൂടിയാണ് നശിപ്പിച്ചത്. ആ പപ്പുവിന്റെ മുമ്പിൽ എനിക്ക് തലമുക്കി നടക്കാൻ പറ്റുമോ? അതുകൊണ്ട് ഇപ്പൊ താഴെ നോക്കി തട്ടി വീഴാതെ നടക്കാൻ പറ്റും. നാട്ടുകാർക്കെല്ലാം നിങ്ങളെ പറ്റി വളരെ മോശം അഭിപ്രായമാണ്. അതിനെനിക്ക് നിങ്ങളോട് സഹതാപമുണ്ട്. പക്ഷേ ഇനിയെങ്കിലും എല്ലാരെയും കൊണ്ട് അതും ഇതും പറയിക്കാതെ ഒരു നല്ല രീതിക്ക് ജീവിച്ചൂടെ? 17वीं लोकसभा उसकी प्रोडक्टिविटी 25 साल के हाईएस्ट लेवल पर 97% रही. എന്ന് വെച്ചാൽ എന്താ? ഭാരിച്ച ചോദ്യം ചോദിച്ച് എന്നെ വെറുതെ ബുദ്ധിമുട്ടിക്കണ്ട, പറയുന്ന അങ്ങോട്ട് കേട്ടാ മതി. Speaker sir, the question is not how efficiently the House is run. The question is how much of India's voice is being allowed to be heard in this House. എന്താ ശരിയായിട്ട് പറഞ്ഞേ? ഒന്നും മനസ്സിലായില്ല, പക്ഷെ കാണിക്കണ്ട. ഇതിനെ നമ്മള് പണ്ടൊന്ന് പണിത് കിടത്തിയതല്ലേ. പണ്ട് പണിഞ്ഞവരൊക്കെ തിരിച്ചു പണിയുന്ന സമയം. പഴയ രാഹുൽ അല്ല ഈ രാഹുൽ, ഇത് പുതിയ രാഹുലാണ്, പ്രതിപക്ഷ നേതാവായ രാഹുൽ. ഓന്തോടിയാൽ ഏതുവരെ? വേലി വരെ, അല്ലാതെ എങ്ങോട്ട്? വേലി പൊളിയാതെ നോക്കണേ. അഖിലേഷ് യാദവും ഇന്നലെ സഭയിൽ നല്ല രസകരമായി സംസാരിക്കുകയുണ്ടായി. ശത്രുക്കളുടെ എണ്ണം കൂടിക്കൂടി വരികയാണ്. ഇനി വെച്ച് നീട്ടിക്കൂടാ. ജയിക്കണമെന്നുണ്ടെങ്കിൽ രണ്ടും കൽപ്പിച്ചുള്ള ഒരു കളി കളിച്ചത്. എത്രമാത്രം അപമാനിച്ചിട്ടുണ്ട് ഈ രാഹുൽ ഗാന്ധിയെ നരേന്ദ്രമോദി. അതൊരു പോരായ്മ തന്നെയാണ്. അവന്റെ വിദ്യാഭ്യാസ കുറവുണ്ടാവും, അങ്ങനെ പറഞ്ഞു. അതുകൊണ്ട് The Prime Minister directly insults me. He says, why is your name Gandhi and not Nehru? നിന്നെ ഞാൻ ഒരുപാട് കളിയാക്കിയിട്ടുണ്ട്. മനസ്സ് നോവുന്ന രീതിയിൽ പലതും പറഞ്ഞിട്ടുണ്ട്. അതൊക്കെ നിന്റെ നന്മക്ക് വേണ്ടിട്ടാ, ജീവിതത്തിലൊരു വാശി ഉണ്ടാവാൻ വേണ്ടിട്ടാ. അതുകൊണ്ടൊക്കെയാ നീ ഇവിടം വരെ എത്തിയത്. So the Prime Minister of the country directly insults me. വളരെ മോശമായി. വലിയ കോടീശ്വരനാണെങ്കിലും അതിന്റെ അഹങ്കാരമൊന്നും ഇല്ലാത്ത ആളാ. പിന്നെ എഡ്യൂക്കേഷൻ കുറവായതുകൊണ്ട് അതിന്റെ എളിമ വേറെയുണ്ട്. അദ്ദേഹത്തിന്റെ സർനെയിം ചോദ്യം ചെയ്യുക വഴി പിതൃത്വം മാത്രമല്ല നരേന്ദ്രമോദി ചോദ്യം ചെയ്തിട്ടുള്ളത്. നിരന്തരം ഇറ്റലിയിലേക്ക് പോകാൻ പറയുക, പപ്പു എന്ന് വിളിക്കുക. പിന്നെ ഞങ്ങൾക്ക് ഇപ്പൊ അധികാരം കയ്യിലുള്ളതുകൊണ്ട് ഒരു പ്രശ്നമില്ല. എന്തെല്ലാം ഉണ്ടായിട്ടുണ്ട് ഇവിടെ. മുർഖോക്ക സർദാർ എന്ന് വരെ നരേന്ദ്രമോദി വിളിച്ചിട്ടുണ്ട്. പട്ടിയുടെ വാല് പന്തിരാണ്ട് കാലം കൊള്ളിട്ടിട്ട് എന്താ കാര്യം? പട്ടിക്ക് കൂടി തോന്നണ്ടേ അത് നിവർത്തിയെടുക്കണോന്ന്? अरे मूर्खों के सरदार. എന്നെ കഷ്ടല്ലേ, കോമൺ സെൻസ് ഇല്ലാത്തതിന്റെ കുഴപ്പേ. അല്ലെങ്കിൽ ബുദ്ധി പറഞ്ഞു കൊടുക്കാൻ അവൻ ആരെങ്കിലും വേണ്ടേ? രാഹുൽ ഗാന്ധി നടന്നുപോയ ഇടങ്ങളിലൊക്കെ ഇന്ത്യ മുന്നണി വിജയിച്ചു. അതങ്ങനെ വരൂ, അതങ്ങനെ സംഭവിക്കൂ. ഞാൻ അപ്പോഴേ പറഞ്ഞില്ലേ അവൻ നിസ്സാരക്കാരല്ലെന്ന്. സമി, അവൻ ഭയങ്കരമാ വളർന്നു പോയി. വളർന്നാച്ചിപ്പോ നരേന്ദ്രമോദി നടന്നുപോയ ഇടങ്ങളിലൊക്കെ അയോധ്യയിലടക്കം BJP തോറ്റു തുന്നം പാടി. മാറ്റങ്ങൾ നല്ലതാണ്, മാറട്ടെ, അല്ലെങ്കിൽ നാട്ടുകാരെ അടുത്ത് പെരുമാറട്ടെ. ഒരു ചുവന്ന സ്വിച്ച് കാണുന്നുണ്ടോ? കാണുന്നുണ്ട്.